കോമഡി സ്കിറ്റ് കണ്ടാലോ? യെസ്. ഓക്കെ. എടാ ഡയറി അമീനും. അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് അമീനെ പോലെയാണ് എനിക്ക് തോന്നിച്ചത്. സോറി. ദിസ് ഈസ് ആരിഫ്. ഹായ് ആരിഫ്. എടാ നിങ്ങൾ രണ്ടുപേരും ആണോ ഇന്ന് പെർഫോം ചെയ്യാൻ നല്ലൊരു കൈയടി? ഞങ്ങൾ രണ്ടുപേരും അല്ല. നീ പൗണ്ട് കടവ് എന്ന് കേട്ടിട്ടുണ്ടോ? പൗണ്ട് കടവ്. പൗണ്ട് കടവ് ഇറക്കിയിരിക്കുന്ന ആളാണ് നമ്മുടെ ആരിഫ്. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് 3 പേര് സ്കിറ്റ് കളിച്ചിട്ടുണ്ട്, 2 പേര് സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ട് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാനായിട്ടാണ് ആരിഫ് വന്നിരിക്കുന്നത്. എടാ പൊട്ടത്തരം പറയാടാ, ഒറ്റയ്ക്ക് സ്കിറ്റ് കളി കണ്ടു. നമ്മൾ ഇറക്കിയിരിക്കില്ലേ, കലക്കും, അടിപൊളിയായിരിക്കും. പിന്നെ അല്ല, ബാറ്ററി ഞങ്ങൾ ഓണാക്കി വെക്കട്ടെ? ഓണാക്കി, എപ്പോ ഓണാക്കി വെച്ചാൽ മതി. ഒറ്റയ്ക്ക് പോരാടാൻ പോവുകയാണ്. ചേട്ടനാണ് മോൺസ്റ്റർ. അതെ, ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്ററിന്റെ പെർഫോമൻസ് കാണാൻ നമ്മൾ റെഡി ആണോ? യെസ്. ബാറ്ററി റെഡി ആയിക്കോളൂ. ബാറ്ററി റെഡി. ഓൾ ദി ബെസ്റ്റ്. Wow. Oh my baby, you want the song? Take it. കുണ്ടറല്ലേ രാധേ, റോട്ടിലൊരു പാമ്പ്, തല്ലടി രാധേ, കൊല്ലടി രാധേ. വായിക്ക് രുചിയായിട്ട് മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. ആ മൂഡിലോട്ട് ഇറങ്ങി വന്നതായിരുന്നു. പോയി ഹോൾ ഗോൺ. ആരായാലും കഥ പറഞ്ഞ് ഇടക്കയിലേ കേറി ഇരിയടേ അങ്ങോട്ട്. ആ മൂഡ് വിട്ടു പോകുന്നില്ല. താര് 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 താര അങ്ങോട്ട്. നീയാ നിന്നെ ഞാൻ വിളിച്ച് അത്ത് കയറ്റിയത്. എടാ 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 നിന്റെ പുതിയ ഏത് കേസുമായിട്ടാടാ ഇങ്ങോട്ട് വന്നത്? നിന്റെ ഓരോ കേസ് നടക്കുമ്പോഴും ഈ വീട്ടിൽ നടക്കണം എന്താണെന്ന് നിനക്കറിയാവോടാ? നിന്റെ ആദ്യ കേസെടുത്ത് എന്റെ തലയിലിട്ടപ്പം അവൾ എന്നെ കട്ടിലിൽ നിന്ന് ഇറക്കി തറയിട്ട്. നിന്റെ രണ്ടാമത്തെ കേസെടുത്ത് എന്റെ പെടലിക്കിട്ടപ്പം അവൾ അവിടെ നിന്ന് എടുത്ത് എന്റെ സോഫയിട്ട്. ഇനി വെളിയിൽ പട്ടിക്കൂട് മാത്രമേ ഉള്ളൂ, അവിടെ കിടന്ന് കുരയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. കേട്ടല്ല, കൂടുതൽ സംസാരം ഒന്നും വേണ്ട. ഡാടാടാ നിന്റെ സ്ഥിരം ന്യായോടിയൊന്നും വേണ്ട. അടിക്കേസാ പെണ്ണ് കേസാ പറയടാ. പെണ്ണ് കേസല്ല, പുണ്യം, അടിക്കേസ്. അതിന്റെ സന്തോഷത്തിന് മോനെ നീ എന്റെ ചായ കുടിച്ചോ. അതൊക്കെ പോട്ട്, നീ ആരോട് അടി ഉണ്ടാക്കിയത്? ആര്? സുഭാഷിന്റെ ഏറ്റവും ഇളയവനാ? ഓ മൈ ഗോഡ്. എടാ 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 നീ അവനെ അടിച്ചപ്പ അവൻ നിന്നെ തിരിച്ച് പള്ളു വിളിക്കേ കൈ ഓങ്ങിയ വല്ലതും ചെയ്താ? ഇല്ലല്ലോ. കുനിഞ്ഞിട നീ ഈ പരിപാടി ചെയ്തിട്ടല്ലേ പോയത്. നോക്ക്, ഇങ്ങനെയാണോ? ഇങ്ങനെ കാണിച്ചിട്ട് ഓടേണ ചെയ്തവൻ. എന്റെ ദൈവമേ, വെള്ളോട് വെള്ളോട് വെള്ളോട്. ഇവിടെ വാടാ, ഇവിടെ നില്ല നീ, ഇവിടെ നിക്കണം നീ, അനങ്ങരുത്. കൈപ്പാങ്ങില് നിക്കണം നീ, കേട്ടല്ല? അറിയും ഞാൻ പറയട്ടെ. ആ ചെറുക്കൈ സ്വന്തം അപ്പൂപ്പന്റെ അടുത്ത് കാണിച്ച എന്താണെന്ന് അറിയാവോ നിനക്ക്? എടാ പണ്ടങ്ങാണ്ട് സെക്കൻഡ് ഷോ കാണാൻ പോയേന് ഈ കിളവനുണ്ടല്ലോ ആ കുരുപ്പിനിട്ട് ഒരു കൊട്ടു കൊടുത്തു. അയ്യോ, ഇതിപ്പോ മൈൻഡ് ഇട്ടിട്ട് അന്നും അങ്ങേരുടെ മുമ്പിൽ കിടന്ന് ഈ ആക്ഷൻ കാണിച്ചു. അങ്ങേർക്ക് മനസ്സിലായില്ല. 10 ദിവസം കഴിഞ്ഞ് ഈ കിളവൻ അടിച്ച് പിറ്റായിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇവ എവിടെന്നാ കുറെ കനല് കോരിക്കൊണ്ടുവന്ന് ഈ കിളവന്റെ മുണ്ട് നോക്കിയിട്ട് ഇട്ടു കൊടുത്തു. അയ്യോ, ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഏതോ ഒരു കരിഞ്ഞ മണം വന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പം മുണ്ടിന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പോകാം. ഞാൻ വിചാരിച്ച ഈ കൊടം ബിരിയാണി ഒളിച്ചു വെച്ച് തിന്നാനുള്ള പരിപാടിയായിരിക്കും. പിന്നെയാണ് മനസ്സിലായത് ഈ കനലോട് അങ്ങേര് ആറ്റിയെടുത്ത് ചാടി. നമ്മൾ കണ്ട കാഴ്ചയാണ്. 3 കാക്കകള് ഈ ചൊറിയും പുഴുവിന് വേണ്ടി ഭയങ്കര അടി. നമുക്ക് എന്തരാണെന്ന് മനസ്സിലായില്ല. ഈ 2 ചെറുക്കന്മാരെടുത്ത് ചാടിയിട്ട് പോയി നോക്കിയപ്പോഴാണ് ഈ കിളവൻ തുണിയില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. തൂക്കിയെടുത്ത് കരയിട്ട്. മോനെ, ആ കാഴ്ച അയ്യോ പറയാൻ പറ്റൂല. ഈ അവിച്ച മധുരക്കിഴങ്ങ്. അല്ല, ഈ കിളവന്റെ കേസ് പറയുമ്പോ ഈ മധുരക്കിഴങ്ങ് എവിടെ നിന്ന് കയറി വന്ന്? എടാ അതല്ലടേ, മൊത്തം വെന്ത് പരുവായിപ്പോയി. ആ കിളവന്റെ ഉയരെങ്കിലും തിരിച്ചിട്ട് അതിൽ സമ്മാനിക്കാം. അവൻ എന്നോട് ചെയ്ത എന്താണെന്ന് നിനക്കറിയാവോ?
എമ്പുരാൻ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് കൂവിപ്പോയി. അതിനീ ചെറുക്കൈ 10 ദിവസം കഴിഞ്ഞ് എമ്പുരാൻ സിനിമ കളിക്കുന്ന തിയേറ്ററിന്റെ ഫ്രണ്ടിലിട്ട് ഈ നീളത്തിലുള്ള വടിവാള് വെച്ചാണ് എന്റെ പിന്നാമ്പുറത്തിട്ട് ഒരൊറ്റ വെട്ട്. അമ്മേന്നൊരു വിളി ഞാൻ വിളിച്ചു. കണ്ണ് തുറന്നപ്പോ ഡോക്ടറിന്റെ ഫ്രണ്ടിൽ. ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് ഓൾറെഡി ഉള്ള വെട്ടും ഈ ചെറുക്ക സംഭാവനയായിട്ട് തന്ന വെട്ടും തമ്മിൽ സ്ലൈറ്റ് വ്യത്യാസത്തിൽ പോയി. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. എന്നിട്ട് അങ്ങേര് അതിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് സ്വന്തം ക്യാബിൽ ഒട്ടിച്ചു വെച്ച് എന്നിട്ട് ജൂനിയേഴ്സിനെല്ലാം വിളിച്ചിരുത്തിയിട്ട് ക്ലാസ് എടുക്കും. അങ്ങേരുടെ ഏറ്റവും ബ്രില്യൻ വർക്ക് എന്ന് പറഞ്ഞു. അതുപോട്ട് നിനക്ക് ആ ചെറുക്കനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും സൈക്കോപാത്തുകൾ ഫോളോ ചെയ്യുന്ന സിമിലർ പാറ്റേൺ ഉണ്ട്. ഈ കേസിൽ ആ കിളവന്റെ ഉമ്മറ, എന്റെ പിന്നാമ്പറം. അങ്ങനെയാണെങ്കിൽ നീ ഒരു ഇരുമ്പിന്റെ നിക്കർ വാച്ചെടുത്ത വളരെ നന്നായിരിക്കും. കാരണം ആ ചെറുക്കൻ ചില സ്പെഷ്യൽ ഏരിയകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ആ എടാ വേറൊന്നും അല്ല, ഈ കേസിന് ശേഷം ആ ചെറുക്കനുണ്ടല്ലോ ഗുളിക കഴിക്കാൻ തുടങ്ങി. പ്രഷറിന്റെ ഷുഗറിന്റെ അല്ല. നിനക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ആ എടാ അതൊക്കെ പോട്ടെ. എടാ ആ ചെറുക്കൻ നിന്നെ അടിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 10. എടാ എടാ മുടിഞ്ഞവനെ, എന്നിട്ടാടാ നീ ഇങ്ങോട്ട് കയറിക്കൊണ്ട് വന്ന. ഇറങ്ങടാ ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങ വെളിയിൽ, വെളിയിറങ്ങ. ഒന്ന് മാറിക്കേ. ഡൗട്ട്ഫുൾ ഫിഗർ. ഓ ആ ചെറുക്കനല്ലേടാ വന്ന് നിക്കണത്. ദൈവമേ, അവൻ കുനിഞ്ഞിടന്ന് ഈ ആക്ഷനും കാണിക്കുന്നുണ്ട്. ഇനി നിന്റെ കേസ് ആ ചെറുക്കൻ കാണിക്കണ പോലെ ആയി. സ്കിറ്റിലായിരുന്നു ചേട്ടാ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഒറ്റയ്ക്ക് ഒരാൾ സ്കിറ്റ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ അവിടെ നിന്ന് കാണാൻ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷേ ശരിക്കും ഒരാൾ അവിടെ ഉണ്ടെന്നുള്ള ഫീൽ തന്നെ. അതായത് പുള്ളിക്കാരൻ ചോദിക്കാൻ പോകുന്നത് എന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചേട്ടന്റെ എക്സ്പ്രഷനിൽ നിന്ന്, ഇഫ് ഐ എം നോട്ട് റോങ്, ചേട്ടന്റെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയൊക്കെ നടന്നപ്പോൾ 3 പിള്ളേർ ഇവിടെ കിടന്ന് വാൻ ചിരിയായിരുന്നു. നമ്മുടെ ക്ലാസ് റൂമിലെ 3 പിള്ളേർ, രോഹിത്, ബിച്ചു, യദു, എല്ലാത്തിനും ചിരിയായിരുന്നു. ബിച്ചുവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു കൂട്ടുകാരൻ ബിച്ചുവിന്റെ ലൈഫിലുണ്ടോ? ബിച്ചു വള്ളിക്കെട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു വള്ളിക്കെട്ട് കണ്ടിട്ടില്ല. ഉച്ചമായിട്ട് അടി ഉണ്ടാക്കുന്ന വള്ളിക്കെട്ടുകൾ. അതാ എന്ത് ചേട്ടാ മറ്റേ സംഭവം ഇങ്ങനെ അത് ചെയ്താ പിന്നെ അവനെ സൂക്ഷിക്കണം. ഇവിടെ ഞാൻ ഒരു സ്കിറ്റ് അല്ല കണ്ടത്, പുള്ളിയുടെ ആർട്ടിസ്റ്റിന്റെ ഒരു ക്വാളിറ്റിയാ കണ്ടത്. ഭയങ്കര ജെന്യുവൻ. കാരണം നമ്മള് ഒരു സ്റ്റേജിൽ, ഇത്രയും വലിയ സ്റ്റേജിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പം ഒരാളില്ലാണ്ട് പുള്ളി എല്ലാം നമ്മളെ ഈച്ച് ആൻഡ് എവരി എക്സ്പ്രഷനിലൂടെ കൺവേ ചെയ്യിപ്പിച്ചു. അത് തന്നെ വലിയ കാര്യമാണ് ആസ് എ ആർട്ടിസ്റ്റ്. പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരാൾ. ആരാണ്? അക്കി ബ്രോ. അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നോബി ചേട്ടാ, അഖില ചേട്ടാ, ഒരു ദിവസം രാത്രിയില്ലേ 2 മണിക്ക് ഞാൻ ഈ അഖി ഇവിടെ വന്നപ്പോ തൊട്ട് അവിടെ നിക്കുന്ന കണ്ടപ്പോ തൊട്ട് ഞാൻ ഓർക്കുക എവിടെയോ കണ്ട് പരിചയം. ഇൻസ്റ്റാഗ്രാമിലല്ല, പേഴ്സണലി എവിടെയോ കണ്ട് പരിചയം. നേരത്തെ പുള്ളി ബാക്കിലിരുന്നപ്പോ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ. ഒരു ദിവസം രാത്രി 2 മണിക്ക് ഞാനൊരു ഫോറസ്റ്റ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പേടിച്ച് വിറച്ച് ഒറ്റക്ക് വരുവാ. അമ്പലപ്പുഴയെ വെച്ച് പാലത്തിന്റെ മുകളിൽ വെച്ച് എന്റെ കാറിന്റെ പെട്രോൾ തീർന്നു പോയി. അപ്പൊ ഞാൻ ഒറ്റക്കാ. അപ്പൊ ഞാൻ കാറ് ഒരാളെ കൊണ്ട് തള്ളി ഒതുക്കാൻ പറഞ്ഞിട്ട് ഒരാളുടെ സഹായം തേടി ഒതുക്കി. എന്നിട്ട് ഞാനൊരു കുപ്പിയും എടുത്ത് പമ്പിൽ ചെന്ന് 3 മണിയൊക്കെ ആയി. ഞാൻ ഇത്തിരി പെട്രോൾ തരുമോ? എന്നിട്ട് ഞാൻ കാറിൽ പെട്രോൾ ഒഴിച്ചിട്ട് തിരിച്ച് പമ്പിലോട്ട് വന്ന് ഫുൾ ടാങ്ക് അടിക്കാം. ഇപ്പൊ അവിടെ നിന്നൊന്ന് കാർ എടുക്കണോ? ഞാൻ കുപ്പി തരൂല. ബ്രോ രാത്രി അവസ്ഥ മോശം, എനിക്ക് ഇനിയും കുറെ പോകാനുണ്ട്, കുപ്പിയിൽ ഞാൻ തരൂല കാറ് കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞ കാറ് സ്റ്റാർട്ട് ആകത്തില്ല. ഇല്ല, എന്റെ മുതലാളി എന്നോട് പറഞ്ഞിട്ടുണ്ട് കുപ്പി കൊടുക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ പമ്പിന്റെ നിയമം വിട്ടൊന്നും കളിക്കത്തില്ല. ഉടൽ ഡീസലിന്, ഉയർ പെട്രോളിന്. ഇവിടെ നമ്മൾ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും പാവത്തിന് ബാറ്ററി എത്രത്തോളം ചാർജ് ആയി എന്നുള്ളൊരു ടെൻഷനിലാണ്. യെസ്, ശ്വേത ചേച്ചി. ആരിഫ് എന്താ ചെയ്യുന്നത്? ആരിഫ്, ഞാനൊരു സ്ക്രീൻ ആക്ടറാണ്. ഞാൻ സിറ്റ്കോംസ് ഒരു 3-4 എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്, 2 സിനിമ ചെയ്തിട്ടുണ്ട്, ആഡ്സ്, അങ്ങനെ റീൽസ്, അങ്ങനെ എല്ലാം ഇങ്ങനെ ആക്ടിങ്ങിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ എന്റെ ഫാദറിന് ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. അവിടെ ഇരിക്കും ഫാദർ. ഈ ഷൂട്ട് വരുമ്പോ വാപ്പായെ പിടിച്ചിരുത്തിട്ട് ഓടും. പക്ഷെ ഇത് ഫുൾ ഒരു നമ്മളെല്ലാരും വിഷ്വലൈസ് ചെയ്തു. ഒരു ഇൻവിസിബിൾ ഒരു മനുഷ്യൻ
അല്ലാതെ ഒരു ആള് വന്ന് അവിടെ ഇരിക്കലും ആ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യും എല്ലാം നമ്മളെല്ലാവരും വിഷ്വൽ ചെയ്തു. അത് ഓൺലി ബിക്കോസ് ആരിഫ് അത് നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ്. യുനോ അത് ആസ് എൻ ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നല്ല. നമ്മളിപ്പോൾ നമ്മളെല്ലാവരോടും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കരമായ ഒരു മറ്റേ ഇത്രയും ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൂപ്പർബായിട്ട് ആൻഡ് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യത്തെ മോണോ ആക്ടാണ്. യുനോ ആസ് എ ആക്ടർ, ആസ് എ സബ്ജക്ട് സൂപ്പർബായിരുന്നു. സൂപ്പർ. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആരിഫ്. ഗോഡ് ബ്ലെസ് യു. അതുപോലെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒക്കെ പക്കയായിരുന്നു. ഓപ്പോസിറ്റ് റിയാക്ഷൻ ഭയങ്കര പാടാണ് ചെയ്യുന്നത്. ഗംഭീരം ഒരാളില്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. ആ പോസസ് നമ്മൾ പോലെ സൈലൻസ്, ആ പോസസ് കറക്റ്റ് ആണ്. ടൈമിംഗ് ഗുഡ്. അപ്പൊ നമ്മുടെ പരീക്ഷണം വിജയിച്ചു അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് വീണ്ടും വരാം. അപ്പൊ ആദ്യം ഇന്ന് പെർഫോം ചെയ്തതിന്റെ ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നോക്കാം. മനസ്സുകൊണ്ടും വിഷ്വലി നമ്മളെല്ലാം ഫുള്ളാണ്. യെസ്. ഓക്കെ, ഇനി നമുക്ക് ചിരിപ്പിച്ച് എത്രത്തോളം പവർഫുൾ ആക്കി എന്നുള്ളത് നോക്കാം. ബാറ്ററി നോക്കാം. 12,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് വന്ന് നേടിയതാണ്. ഓക്കെ, അപ്പൊ ഇനി വരുമ്പോൾ കുറച്ചും കൂടെ കൗണ്ടേഴ്സ് നമുക്ക് ഇതിപ്പോ പരീക്ഷണമായിട്ട് ചെയ്തതാണ്. ഇനി എനിക്ക് ഉറപ്പാണ് കൗണ്ടേഴ്സ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒറ്റയ്ക്ക് നിന്ന് എല്ലാം തമാശയായിരിക്കും. ചെയ്താൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് അങ്ങ് പൈസ വാരണം. ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ. ബാങ്ക് ഓഫ് ബോംബെ ഇസ് ഹിയർ. യാ, ശ്വേത ചേച്ചി കൈയോടെ കൊടുത്തോ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പൈസ വാങ്ങിക്കൊണ്ട് യാ, ആൻഡ് ഇതാ. ഹാപ്പി ആയില്ലേ? അപ്പൊ ഇനി ഒറ്റയ്ക്ക് വന്ന് കളിക്കില്ലേ? ഒറ്റയ്ക്ക് വന്ന് കളിക്കാം. ശരി, അപ്പൊ ഉഷാറായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം.